ഒരാളെ കാല് മുറിച്ചു, വെറ്റിക്കിടക്കുകയാണ്. പക്ഷെ റബ്ബിനോന് ഇഷ്ടം. നാട്ടുകാർ മുഴുവനെ ചീത്ത പറയുന്നു, പക്ഷെ റബ്ബിനോന് ഇഷ്ടമാണ്. ഒരു സദസ്സിൽ ഓനെ പറ്റി പറഞ്ഞ നാട്ടുകാർ എനിക്ക് വേറൊരാളെ പറ്റി പറഞ്ഞു, ഇവനെ കാര്യങ്ങൾ വിളിച്ച് എന്ന് പറയപ്പെടുന്ന ആളാണ്. പക്ഷെ റബ്ബിന് അവനെ ഇഷ്ടമാണ്. എങ്കിൽ അവനെങ്ങനെ അകപ്പെടുക? ഇന്നുച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പൈസ അവൻ്റെ കയ്യിലില്ല. താമസിക്കുന്ന ചെറ്റപ്പുര തന്നെ എങ്ങനെയോ ഉണ്ടായതാണ്. ഉടുതുണിക്കവന് മറുതുണിയില്ല. തോർത്ത് മുണ്ടെടുത്തിട്ട് കുളിക്കും. ഒരു തുണി, ഒരു കുപ്പായം, മാന്യമായത് അത്ര ഉണ്ടാവുള്ളൂ. എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ആയിരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. മര്യാദക്കുള്ളത് ഒരു തുണിയും കുപ്പായം. പിന്നെ പണിക്കോണ തുണിപ്പായം ഉണ്ടാവുള്ളൂ. വെള്ളിയാഴ്ച പണിക്കൂല. വെള്ളിയാഴ്ച ഇതും കൊണ്ടവർ പുഴക്ക പോകും. വലിയ ഇതുവരെ എത്തണ മുണ്ടുണ്ടാവും. അങ്ങനത്തെ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? എന്നിട്ട് ആ മുണ്ടെടുത്തിട്ട് അവരെന്ത് ചെയ്യും? ഈ തുണിയും കുപ്പായം ഒരു ബക്കറ്റ് അവരെ കയ്യിലുണ്ടാവില്ല, നീലം മുക്കാൻ. അപ്പോൾ പാറപ്പുറത്ത് ഉള്ള കുഴിയിൽ നീലം മുക്കും. ഞാൻ കണ്ടതാണ്. സത്യമല്ലേ? എന്നാൽ അവർ പാറപ്പുറത്ത് അത് ഉണങ്ങാനിടും. എന്നിട്ട് വരും, നഖം മുറിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, എല്ലാം വൃത്തിയാക്കും, ഇറങ്ങി കുളിക്കും. കുളി കഴിഞ്ഞ് ആ മുണ്ടെടുത്ത് വരുമ്പോഴത്തിന് തുടങ്ങിയിട്ടുണ്ടാവും, അതെടുക്കും. പിന്നെ ആ മുണ്ട് തന്നെ തലയിൽ കൂടി ഇടും. എന്നിട്ട് അങ്ങനെ പള്ളിയൊക്കെ പോകും. പള്ളി എത്തുമ്പോഴത്തേന് ആ മുണ്ടും ഉണങ്ങും. സത്യല്ലേ? അപ്പൊ ഉടുതുണിക്കവർക്ക് മറുതുണി ഇല്ല. അവരുപയോഗിച്ചിരുന്ന വസ്ത്രത്തിന് ഇന്ന് പോലും 1000 രൂപ വിലയില്ല. അവരിട്ടിരുന്ന ചെരുപ്പിന് ഇന്ന് പോലും 100 രൂപ വിലയില്ല. അവർ താമസിക്കുന്ന വീട്ടിന് മര്യാദക്കൊരു വാതിലില്ല. തെങ്ങിൻ്റെ പട്ട മുടയും, ഒരു കട്ടിയിൽ മുടയും. എന്നിട്ട് അതിന്മേ എന്ത് ചെയ്യുന്നറിയോ? 2 അലകുംപൊളി വെച്ച് അടിക്കും. എന്നിട്ട് അത് വാതിൽക്ക് വെക്കും. പിന്നെ ആ വാതിലിനെ 2 തെറ്റ് വെക്കും, ഒന്നിങ്ങോട്ടും ഒന്നങ്ങോട്ടും. അവരുപയോഗിച്ചിരുന്ന വീട്ടിന് ഇന്ന് പോലും 10,000 രൂപ വിലയില്ല, ഇന്ന് പോലും. പക്ഷേ അവരെ മൗല അവരെ പറ്റി ഭയങ്കര ഇഷ്ടത്തിലാണ്. അവരെ നാട്ടിൽ നിന്ന് പോയാൽ ആരും അന്വേഷിക്കൂല. പക്ഷെ അവൻ്റെ മൗല അവനെ പറ്റി വലിയ ഇഷ്ടത്തിലാണെങ്കിൽ അവനെന്ത് പരാജയം. നമ്മൾ വീട്ടികളായ ദുനിയാവിൻ്റെ അകലുകാര് പറഞ്ഞതും പറഞ്ഞു നടക്കരുത്. ഞാൻ അകപ്പെട്ടു പോയി എന്ന് പറയരുത്. അകപ്പെട്ടിട്ടില്ല, ചിന്തകപ്പെടില്ല. നിന്റെ മൗല നിന്റെ പൊരുത്തത്തിലാണെങ്കിൽ